വൂൾഫ്മാൻ എന്ന് പറയുമ്പോൾ ഇതൊരു പടം വന്നിട്ടുണ്ട്. ഇതൊരു ഹൊറർ മൂവിയാണ്. ഓൾറെഡി തിയേറ്ററിൽ റിലീസ് ചെയ്തൊരു പടമായിരുന്നു. ഇതിപ്പോൾ ഡിജിറ്റലി അവൈലബിൾ ആയിട്ടുണ്ട്. എനിക്ക് തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റിയിരുന്നില്ല. ഒരു ഒരു വൂൾഫ്മാൻ അല്ലെങ്കിൽ മറ്റേ വേറെ വൂൾഫ് സെറ്റപ്പിലുള്ളൊരു കഥയാണ് സിനിമ ചർച്ച ചെയ്ത് പോകുന്നത്. സോ ഒരു ഫോക്ലോർ പോലെ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു മിത്ത്, നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു മുത്തശ്ശി കഥ പറയില്ല, അതുപോലത്തെ ഒരു പർട്ടിക്കുലർ റീജിയനിൽ നടക്കുന്ന ഇങ്ങനൊരു ക്യാരക്ടർ ഉണ്ട്, അവിടെ പണ്ട് മുതലേ ഉണ്ട്, ആ ഒരു ക്യാരക്ടർ ഇൻഫെസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണെന്ന് പറഞ്ഞിട്ട് ആ രീതിക്കാണ് ഈ സിനിമയുടെ കഥ പോകുന്നത്. എന്നാൽ ഭയങ്കര മോഡേൺ ആയിട്ടുള്ള ഒരു അഡാപ്റ്റേഷനാണ്. പണ്ട് നടക്കുന്ന കഥയൊന്നുമല്ല, ഇപ്പോഴത്തെ അറ്റ് പ്രസന്റിൽ നടക്കുന്ന ഒരു സിറ്റുവേഷൻ. സോ അതിൽ തന്നെ കുറച്ച് ക്യാരക്ടേഴ്സ് അവരുടെ പാസ്റ്റും പ്രസൻറ്റൊക്കെ കൂടി കടത്തി ഒരു ചെറിയ തിന്നായിട്ടുള്ള സ്റ്റോറി ലൈനിൽ ഒരു ഹൊറർ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് പറ്റിയിട്ടുണ്ട്. സോ ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള പടമൊന്നുമല്ല, ഒരു മൂഡ് സെറ്റ് ആയിട്ടാണ് ഈ സിനിമ ഇങ്ങനെ പോകുന്നത്. സോ തുടക്കം മുതൽ അവസാനം വരെ അതുപോലെ തന്നെയാണ്. ആ ഒരു മെയിൻ ഇവൻ്റ് അല്ല, നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഇപ്പോൾ നടക്കുമെന്ന് വിചാരിച്ചിരിക്കുന്ന ആ ഒരു ഇവൻറ്റിലേക്ക് എത്തിപ്പെടാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് സിനിമ. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് എന്തായിരിക്കും ഒരു പിടുത്തം കിട്ടാതെയാണ് സിനിമ പല സമയത്തും പോയിക്കൊണ്ടിരുന്നത്. എന്നാലും ഇതിൻ്റെ പക്ക സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് ഭയങ്കര പ്രൊഡിക്റ്റബിൾ ആയൊരു സാധനമാണ്. തുടക്കം മുതലേ കാണുമ്പോൾ അറിയാം നമുക്ക് ഇതാണ് നടക്കാൻ പോകുന്നുള്ളത്. പക്ഷേ സീൻ ബൈ സീൻ അവർ ചെയ്തു വെച്ചിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആൻഡ് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു ഘടകങ്ങളിൽ ഒന്ന് ഇതിലെ യൂസ് ഓഫ് പ്രാക്ടിക്കൽ എഫക്ട്സ് ആണ്. കാരണം ഇപ്പോൾ റീസെൻ്റ്ലി പുറത്തിറങ്ങുന്ന അല്ലെങ്കിൽ ഈ ബേസിലുള്ള വെയർ വൂൾഫ് ബേസിലുള്ള സിനിമകളൊക്കെ തന്നെ ഇറക്കുന്നത് ഭയങ്കര കുറേ ഗ്രാഫിക്സ് വെച്ചിട്ടാണ്. എത്രയൊക്കെ അവർ ഗ്രാഫിക്സ് നോക്കിയാലും CGI നോക്കിയാലും അതിലവിടെയൊക്കെ ഫോൾട്ട് വരും. ഇതിൽ ഇവർ ആ കാര്യം വിട്ടിട്ട് ഗ്രാഫിക്സ് അല്ലെങ്കിൽ CGI യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിനോടൊപ്പം തന്നെ പ്രാക്ടിക്കൽ എഫക്ട്സ് നന്നായിട്ട് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. മേക്കപ്പ് വെച്ച് കുറേ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കത് കാണുമ്പോൾ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തോന്നും. ഇപ്പോൾ ആ ഒരു ക്യാരക്ടർ ട്രാൻസ്ഫോം ചെയ്ത് ഈ ഒരു വുൾഫ്മാൻ ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രാൻസ്ഫോർമേഷനിലെ പല സ്റ്റേജസും ഒറ്റയടിക്ക് വെറുതെ സ്നാപ്പ് എന്ന് പറയുന്ന സമയം കൊണ്ട് ആ ഒരു ക്യാരക്ടർ അങ്ങോട്ട് ട്രാൻസ്ഫോം ആയി മാറില്ല. അതിനൊരു പർട്ടിക്കുലർ ടൈം എടുക്കുന്നുണ്ടാവും. അവരുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഉണ്ടാവും, മെൻ്റൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഉണ്ട്. ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണെങ്കിൽ ഒരു ക്യാരക്ടർ ട്രാൻസ്ഫോം ആയിട്ട് എന്നുള്ളത് ഇതിനു മുമ്പ് പല സിനിമകളും നമുക്ക് കണ്ടുപോയി ശീലമുള്ളത് കൊണ്ട് ഈ സാധനത്തിൻ്റെ ട്രാൻസ്ഫോർമേഷനൊക്കെ പക്കയായിട്ട് ഇവർക്ക് എടുത്തു പറയാൻ പറ്റിയിട്ടുണ്ട്, പ്രത്യേകിച്ച് പ്രാക്ടിക്കൽ എഫക്ട്സ് യൂസ് ചെയ്ത്. സോ അതുകൊണ്ട് തന്നെ മേക്കിങ്ങിലാണ് തന്നെ പിടിച്ചിട്ടുണ്ട്. തന്നെ ആ ഒരു അറ്റ്മോസ്ഫിയർ അതോടെ ഭയങ്കര ഡാർക്കാണ്. ആ ഏരിയ മുഴുവൻ രാത്രിയാണ്, ലൈറ്റൊന്നും ഇല്ലാത്തൊരു സെറ്റപ്പിൽ ഈ ഇങ്ങനെ ഒരു അറ്റാക്കും കൂടി ഉണ്ടായി എങ്ങനെയായിരിക്കും എന്നുള്ളത് വളരെ നീറ്റായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അതിലിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു ലൈറ്റിംഗ് പാറ്റേണും ദെൻ അതിൽ കൊടുത്തിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിക് ഫീൽ ഉണ്ടല്ലോ, BGM ഒക്കെ വെച്ച് അങ്ങനത്തെ ഒരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യാൻ, അതിലൊരു പർട്ടിക്കുലർ മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ സിനിമയ്ക്ക് പറ്റിയിട്ടുണ്ട്. സോ ഞാൻ ഈ പറഞ്ഞു കേട്ടൊരു ബ്രഹ്മാണ്ഡ ഐറ്റം നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ളൊരു ഹൊറർ ചിത്രം എന്നൊന്നുമല്ല. റീസെൻ്റ്ലി പുറത്തിറങ്ങുന്ന മറ്റ് ഹൊറർ ചിത്രങ്ങളിൽ വെച്ച് പ്രത്യേകിച്ച് യൂണിവേഴ്സലിൻ്റെ പടം കൂടിയാണ്. സോ വെറുതെ ഇങ്ങനെ ഈ നമ്മുടെ നാട്ടിൽ നമ്മൾ കൊമേഴ്ഷ്യൽ പടങ്ങൾ എന്ന് പറയില്ല, അതേപോലെ കൊമേഴ്ഷ്യൽ സിനിമകൾ എടുക്കുന്ന ഒരു ടീമാണ്. അതേപോലത്തെ ഒരു പടമായി പോകേണ്ട ഒരു പടമാണ്. പക്ഷേ എന്നിരുന്നാലും ആ ഒരു ആസ്പെക്ട്സ് ഒക്കെ ഉണ്ടെങ്കിലും ഒരു ഓക്കേഷ് വാച്ച് നൽകുന്ന ഒരു വൺ ടൈം വാച്ചബിൾ എൻ്റർടൈനർ ആയിട്ട് എനിക്ക് തോന്നി വൂൾഫ് എന്ന ചിത്രം. പക്ഷേ ഓൾറെഡി ഈ കഥ അറിയാവുന്ന, ഈ ഒരു ക്യാരക്ടർ അറിയാവുന്ന, അല്ലെങ്കിൽ ഈ ഒരു വെയർ വൂൾഫ് സെറ്റപ്പിലുള്ള സിനിമകളൊക്കെ കണ്ട് പതിഞ്ഞവർക്ക് ഇതൊരു നോർമൽ വാച്ചായിരിക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഒക്കേഷ് വാച്ച്. അതല്ലാതെ ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല, ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ പറ്റി കേട്ടിട്ടേ ഇല്ലാത്തവർക്കൊക്കെ ഒരു പുതുമ നൽകുന്ന, തുടക്കം മുതൽ അവസാനം വരെ എൻഗേജിങ് ആയിട്ടുള്ള ഫീൽ നൽകുന്നൊരു പടം. സോ ഓൾറെഡി ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇപ്പോൾ ഡിജിറ്റലാണ്, OTT ഒന്നുമില്ല, അതുകൊണ്ട് എവിടെ നിന്ന് കാണണം എന്നൊക്കെ അറിയാം. കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.